ഞങ്ങളുടെ ഗ്രാമത്തിന് ഗോതമ്പിന്റെ സ്വർണ്ണ നിറമായിരുന്നു. ഞങ്ങൾ അവിടം വിടുമ്പോൾ ഗോതമ്പ് വിളഞ്ഞ പാടങ്ങൾ കൊയ്യാൻ പാകമായിരുന്നു. സ്വമേധയാ വിട്ടൊഴിഞ്ഞതല്ല ഇതൊന്നും. കൃഷിയും ഭൂമിയും മാത്രമല്ല അവർ ഞങ്ങളിൽ നിന്ന് തട്ടിയെടുത്തത്, ഞങ്ങളുടെ സന്തോഷം നിറഞ്ഞ ജീവിതം കൂടിയായിരുന്നു. പലസ്തീനികൾ പല രൂപത്തിൽ പൊരുതി നോക്കിയെങ്കിലും ആധുനിക ആയുധങ്ങൾ കൈവശമുള്ള ബ്രിട്ടീഷ് സൈന്യത്തോട് ഏറ്റുമുട്ടാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. പലായനത്തിന് വിധേയരായ ഞങ്ങളെല്ലാം അറബ് നേതാക്കളുടെ സമീപനത്തിൽ വളരെ ദേഷ്യത്തിലായിരുന്നു. അറബ് സൈന്യം വരുന്നുണ്ടെന്നും അവർ വന്നാൽ ഒരാഴ്ചക്കകം ഞങ്ങൾക്ക് എല്ലാവർക്കും തിരികെ വീട്ടിലേക്ക് പോവാം എന്നൊക്കെയുള്ള വാഗ്ദാനങ്ങൾ ബ്രിട്ടീഷ് മിഡിൽ ഈസ്റ്റ് റേഡിയോയിലൂടെ സംപ്രേഷണം ചെയ്തത് വിശ്വസിക്കാൻ മാത്രം ഞങ്ങൾ വിഡ്ഢികളായിപ്പോയി. 1948 ശേഷം എനിക്ക് ഞാൻ പിറന്ന വീട് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങളുടെ വീട് നിന്നിരുന്ന ഭാഗം ഇപ്പോൾ വ്യവസായ മേഖലയാണ്. അവിടങ്ങളെല്ലാം യൂറോപ്പിൽ നിന്നുള്ള കുടിയേറ്റ ജൂതന്മാരെ കൊണ്ട് നിറഞ്ഞു.